അൻസിബ കാരണം 17 പേരും രാജിവെച്ചു. അൻസിബയ്ക്ക് നീതി കിട്ടിയോ? എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അമ്മ ഭരണസമിതിയിലെ 17 പേരും രാജിവെച്ചു. കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കിയുണ്ടായിരുന്നു. ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ നേരത്തെ രാജിവെച്ചിരുന്നല്ലോ. ഇതോടെ 9 അംഗ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു. രമേശ് പിഷാരടിയാണ് എൻ്റെ കൺവീനർ. ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, ഷാജോണ്, ദേവി ചന്ദന എന്നിവരാണ് പുതിയ കമ്മിറ്റിയിലുള്ളത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കമ്മിറ്റിയിൽ നിന്ന് ആശ അരവിന്ദ് രാജിവെച്ചു എന്നാണ്. കുറ്റാരോപിതരുടെ കൈകളിലേക്ക് സംഘടനയെ തിരികെ എത്തിക്കാനുള്ള ഗൂഢാലോചനയാണ് അവിടെ നടന്നതെന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. സംഘടനയിലെ പാവയായിരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും പറഞ്ഞാണ് ശ്വേത പടിയിറങ്ങിയത്. അതുമാത്രമല്ല, അമ്മയിലെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. ഒന്നാമത്തെ കാരണം, അവർക്ക് കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന് 45 ദിവസത്തെ സമയം കൂടുതൽ ചോദിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളും അതിന് സമ്മതം കൊടുത്തില്ല. പിന്നെ കുറേ ആരോപണങ്ങളും. ഇതിനു മുമ്പുണ്ടായിരുന്ന ബാബുരാജിൻ്റെ ഭരണസമയത്തെ കണക്കുകളൊന്നും ശരിയല്ലെന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. സത്യത്തിൽ സിംഗപ്പെണ്ണ് അൻസിബയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ അൻസിബയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിരുന്നു. ആരും ഒരു കമൻറ്റ് പോലും ഇട്ടിരുന്നില്ല. അന്നും ഞാൻ പറഞ്ഞിരുന്നു അൻസിബ നല്ല വ്യക്തിത്വമുള്ള കുട്ടിയാണെന്നും പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നും. അതുപോലെ തന്നെ സംഭവിച്ചു. അമ്മയുടെ മീറ്റിങ്ങിൽ അൻസിബയുടെ ഒരു 20 മിനിറ്റ് സംസാരം ഉണ്ടായിരുന്നു. അത് കേട്ടിരുന്ന ആർക്കും തിരിച്ചു മറുപടി പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് അൻസിബ പ്രസൻറ്റ് ചെയ്തതെന്നാണ് മാല പാർവതി പറഞ്ഞത്. അൻസിബ ടെനി ടോമിനെതിരെ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അയാൾ നിഷേധിച്ചു. സ്റ്റേജ് ഷോകൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും ചീത്തവിളികളും ഉണ്ടാകുമെന്നും അല്ലാതെ ഒരംഗത്തിനും മോശം മെസ്സേജോ പ്രവൃത്തികളോ തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ടെനി ടോം പറഞ്ഞത്. അതുമാത്രമല്ല, അയാൾ ജിഹാദി എന്ന് വിളിച്ചിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. അതും അയാൾ തള്ളിക്കളഞ്ഞു. തൻ്റെ സുഹൃത്തുക്കളെല്ലാം മുസ്ലിങ്ങളാണെന്നുമാണ് ടെനി ടോം പറയുന്നത്. പക്ഷേ അൻസിബ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. എന്നിട്ട് തെളിവുകൾ സഹിതം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആർക്കും ഒന്നും മറുപടി പറയാൻ പറ്റാതെയായി. അതുകൊണ്ട് ജനറൽ ബോഡിയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും അൻസിബയുടെ നിലപാടിനൊപ്പം നിന്നപ്പോൾ ശ്വേത പ്രസിഡൻ്റായ കമ്മിറ്റിക്ക് അവസാനം രാജിവെക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നായി. അങ്ങനെ ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ എല്ലാ എണ്ണവും രാജിവെച്ചു. അൻസിബ എന്ന സിംഗപ്പെണ്ണിൻ്റെ വിജയം എന്ന് തന്നെ പറയാം. കാരണം അൻസിബ ആദ്യം തൻ്റെ പരാതി പറഞ്ഞത് ശ്വേത മേനോനായിരുന്നു. പക്ഷേ അവർ അത് കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് മീഡിയയുടെ മുമ്പിൽ അൻസിബയ്ക്ക് വരേണ്ടി വന്നതും എല്ലാവരും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടി വന്നതും. അവസാനം എന്തായി? എല്ലാത്തിനും രാജിവെക്കേണ്ടി വന്നില്ലേ? അതാണ് കർമ്മ. അമ്മയുടെ മീറ്റിങ്ങിന് ശേഷം അൻസിബ തനിക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂടുതലും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.